നമസ്കാരം. ആരുടെയും വീട് കാരണം കൂടാതെ പൊളിക്കാൻ സർക്കാരിന് അവകാശമില്ലെന്ന് പരമോന്നത കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. UP സർക്കാരിനും യോഗി ആദിത്യനാഥിനും കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബുൾഡോസർ നടപടിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരികൾക്കും ബാധകമായിരിക്കുമെന്നും കോടതി പറയുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ ഒരു വീടും പൊളിക്കാനാകില്ലെന്ന് 95 പേജുള്ള വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. UPയിലാണ് ബുൾഡോസർ പ്രവർത്തനം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത്. UPയിൽ ബുൾഡോസർ ബാബ എന്നാണ് ആദിത്യനാഥിനെ പാർട്ടി കഴിഞ്ഞ മത്സരത്തിൽ വിശേഷിപ്പിച്ചത്. ഈ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. വീടുകൾ നഷ്ടമായ സാധാരണക്കാർക്ക് ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് വിശദീകരണമായിരിക്കും നൽകാൻ പോകുന്നത്? യോഗി ആദിത്യനാഥിന്റെ സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി ഉത്തർപ്രദേശിൽ അലയടിക്കുമ്പോൾ UPയിലെ തെരുവുകളിൽ ബുൾഡോസറുകളുമായി എത്തിയാണ് പാർട്ടി പ്രവർത്തകർ അതിനെ ആഘോഷിച്ചത്. UP ഭരണത്തിന്റെ പ്രതീകമായി ബുൾഡോസറിനെ BJP മാറ്റിയിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. ഇതാദ്യമായിട്ടാണ് UPയിൽ BJP ഇത്തരത്തിൽ അധികാരത്തിലെത്തുന്നത്. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിലാണ് അധികാരം BJP കൈയാളുന്നത്. അയോധ്യ പ്രക്ഷോഭമൊരുക്കിയ രാഷ്ട്രീയ ചുറ്റുപാടിലാണ് BJP UPയിലെ നിർണായക ശക്തിയായി പരിണമിച്ചത്. പിന്നോക്കക്കാരനായ കല്യാൺ സിംഗിനെ ഹിന്ദുത്വ മുഖമായി പാർട്ടി അവതരിപ്പിച്ചെങ്കിലും വ്യക്തമായ ആധിപത്യം നേടാൻ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 2017 നരേന്ദ്രമോദിയാണ് ഉത്തർപ്രദേശിലെ സാഹചര്യം BJPക്ക് അനുകൂലമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത്. 403-ൽ 320 സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിശയ നേട്ടമാണ് മോദി ഉത്തർപ്രദേശിൽ നേടിയെടുത്തത്. മോദിയുടെ വിശ്വസ്തനായ മനോജ് സിൻഹയെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ MP ആയിരുന്ന യോഗി ആദിത്യനാഥിനോട് സംസ്ഥാനത്തെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ മോദിയും അമിത്ഷായും നിർദ്ദേശിച്ചതിൽ RSSനും പങ്കുണ്ടായിരുന്നു എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. യോഗി ആദിത്യനാഥ് എന്ന യുവ സന്യാസിയെ മോദി നിഷേധിച്ചപ്പോഴും UPയിലെ നേട്ടം നിലനിർത്താൻ BJPക്കാകുമോ എന്ന പരിഹാസങ്ങളും ഉയർന്നു വന്നിരുന്നു. ഭരണപരിചയമില്ലാത്ത യോഗി ആദിത്യനാഥിന് ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സംസ്ഥാനം നിയന്ത്രിക്കാനാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ UPയിലെ ഭരണയന്ത്രത്തിൽ യോഗി നിലയുറപ്പിക്കുന്നതാണ് പിന്നീട് എല്ലാവരും കണ്ടത്. മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഭയപ്പെടുത്തി കൂടെ നിർത്താൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു. എന്നാൽ യോഗിയുടെ രാഷ്ട്രീയം തുടക്കം മുതൽ വിഭജനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. അക്രമ കൊലപാതക പരമ്പരകൾ UPയിൽ വ്യാപകമായി അരങ്ങേറി. മുക്താർ അൻസാരിയെ പോലെയുള്ള പലരുടെയും കൊലപാതകങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. പൂവാല ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആന്റി റോമിയോ സ്ക്വാഡുകൾക്കും നേതൃത്വം നൽകി. നിയമ സംവിധാനങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് യുവാക്കളെ അദ്ദേഹം ഇങ്ങനെയാണ് നേരിട്ടത്. കേസിൽ ഉൾപ്പെട്ട ഒരു വിഭാഗത്തിന്റെ വീടുകൾ പൊളിക്കാൻ ഇടയ്ക്കിടെ ബുൾഡോസറുകൾ അയച്ച് ഒപ്പമുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റി. അങ്ങനെ ബുൾഡോസർ പതിയെ യോഗി ഭരണത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു.